പേര് പറയണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു എഴുത്തയച്ചു തന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാലോ എന്തൊക്കെയാ കഥാന്ന്. നമസ്കാരം ശ്രീകാന്ത് സാർ. ഞാൻ പേര് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് പറയണ്ടാന്നാ പറഞ്ഞത്. ചങ്ങരംകുളത്ത് നിന്നാണ് എഴുതുന്നത്. പേരൊന്നും പറയണ്ടട്ടോ. ഒരനുഭവം പറയാട്ടോ. എനിക്ക് 2 പെൺകുട്ടികളാണ്. മൂത്ത മകള് ഗൾഫിലാണ്. മോളുടെ കാര്യം പറയാൻ വന്നതാണ് ട്ടോ. ഹസ്ബൻഡ് റാസൽ ഖൈമയിലായിരുന്നു. അവിടേക്ക് മോളെ കൊണ്ടുപോയി. വിസിറ്റിംഗ് 2-3 മാസം പുതുക്കി. പോരാറായപ്പോൾ ദുബായിൽ നിന്നും ഒരു ഹോട്ടലിൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്റേൺഷിപ്പായിരുന്നു. അത് കിട്ടി. അപ്പോഴേക്കും വിസ കഴിഞ്ഞു. അങ്ങനെ വന്നു. പിന്നെ അവര് വിസ അയച്ചു തന്നു. പോയി ജോലിക്ക് കയറി. 6 മാസം കഴിഞ്ഞു. ഇന്റേൺഷിപ്പ് അവസാനിപ്പിച്ചു. എന്നാൽ 1 മാസം അവിടെ നിൽക്കാൻ പറ്റും. ആ 1 മാസം കഴിയാറായപ്പോൾ അവിടെ തന്നെ ഒരു ഒഴിവ് വന്നു. അപ്പോഴേക്കും വിസയും കഴിഞ്ഞു. നാട്ടിലേക്ക് വന്നു. പിന്നെ കമ്പനി തന്നെ വിസ അയച്ചു തന്നുട്ടോ. മോള് പോയി ജോലിക്ക് കയറി. മോളുടെ ജോലി ശരിയാവുകയാണെങ്കിൽ ത്രിമധുരത്തിൽ പറയാമെന്ന് പറഞ്ഞിരുന്നു. പല കാരണങ്ങളാൽ അയക്കാൻ വൈകിട്ടോ. ഇപ്പോൾ എൻ്റെ മോളുടെ ജോലി, യുദ്ധം തുടങ്ങിയപ്പോൾ മോളുടെ ജോലി പോയി. ഞാൻ അനുഭവം പറയാൻ വൈകിയതാണോ കാര്യം? ഞങ്ങൾ നല്ല ടെൻഷനിലാണ്. അവർക്ക് എൻ്റെ മോളെ തിരിച്ചു വിളിക്കാൻ തോന്നണേ. പ്രാർത്ഥിക്കണേ കണ്ണാ. സാറിൻ്റെ സൗണ്ടിൽ ചുരുക്കി പറയാ. ഞങ്ങൾ കേട്ടോളാം. എൻ്റെ മോൾക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായതായിട്ടുള്ള കുട്ടിയാ. ഇനിയും വേദനിപ്പിക്കല്ലേ കണ്ണാ. ജോലിയൊക്കെ ശരിയാവും. അങ്ങനെ ഈ യുദ്ധം കാരണമൊക്കെ ഒരുപാട് ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ദിവസവും നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ പ്രാർത്ഥനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ അനുഭവം കേട്ടു, സന്തോഷമായി. എല്ലാം നല്ലതായിട്ട് നടക്കട്ടെ. ഗ്രൂപ്പിലേക്ക് വരുന്നവർക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെ വരിക. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. വേറെ ഒന്നുമില്ലല്ലോ. ഹരേ കൃഷ്ണ.